ഗോവിന്ത്യ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മാസം മുൻപ് ലോകത്തെ നടുക്കിയ ഒരു ദുരന്തമാണ് വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ സംഭവിച്ചത്. അതിൻ്റെ നഷ്ടങ്ങളും ദുഃഖങ്ങളും ലോകം മുഴുവൻ കണ്ടതാണ്. എന്നാൽ ഇതിൻ്റെ മറവിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ടുള്ള, ദുരന്തമുഖത്തെ രക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പകൽ കൊള്ളയെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, നമ്മൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനങ്ങളാണ് അതിന് പിന്നിലുള്ളത് എന്നാണ് നമ്മളേറെ ദുഃഖിപ്പിക്കുന്നത്. ദുരന്തമുഖത്ത് ആദ്യം മുതൽ അവസാനം വരെ വളരെ കൃത്യമായി ഇടപെട്ട സേവനം ചെയ്ത ആളുകളാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻസും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഥിതിവിവര കണക്ക് അവതരിപ്പിച്ചപ്പോൾ അജഗജാന്തരം വ്യത്യാസമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നുകിൽ എത്ര ജോലി ചെയ്തു, അതിന് എത്ര രൂപയായി എന്ന് ജോലി ചെയ്തവരോടും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരോടും കണക്കുകൾ ചോദിച്ച് അകൃത്യമായ കണക്കുകളായിരുന്നു അവർ അവതരിപ്പിക്കേണ്ടത്. ഇത് ചെയ്യാതെ ഒരു കൊട്ടക്കമ്പതി കണക്കെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ കണക്ക് അവതരിപ്പിച്ചപ്പോൾ ഈ നാട്ടിൽ ടാക്സും വോട്ടും കൊടുക്കുന്ന ആളുകൾ വെറും നോക്കുകുത്തികളാണ് എന്നാണ് സ്ഥാപിച്ചത്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് പ്രാമുഖ്യം. ഈ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത്. ജനങ്ങൾ ടാക്സ് കൊടുക്കുന്നതാണ് അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ. ഇവർ ജനങ്ങളെ പൊട്ടന്മാരാക്കരുത്. കാരണം ഇത്രയും വലിയൊരു ദുരന്തം നടന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ മറവിൽ ഉര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന ആ ഒരു പഴയ ശൈലിയിൽ നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. കാരണം ഇതിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ നടന്ന കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് മാത്രമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്ക് ഞങ്ങൾ ലോകത്തോട് കൃത്യമായി പറയുകയാണ്. നിങ്ങൾ ഏവരും ഇത് കേൾക്കുക. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുക. കാരണം അതിനാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഇത് നിങ്ങൾ ഇവിടെ കൊള്ളയടിക്കാനാണ്. ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചപ്പോൾ ഭൗതിക സമ്പത്ത് മാത്രമേ കൊള്ളയടിച്ചുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ജീവന സ്വത്തും കൂടിയാണ് കൊള്ളയടിക്കുന്നത്. ഇതല്ല നമ്മൾ 78 വർഷത്തെ സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്യേണ്ടത് എന്ന് എല്ലാവരോടുമായിട്ട് ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ എന്താവും ഈ നാടിന്റെ സ്ഥിതി എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. താങ്ക് യു. എന്താ സ്ഥിതികളൊക്കെ? വർക്കൊക്കെ തുടങ്ങിയോ? കുറവല്ലേ ആണല്ലേ. ഞാൻ ചോദിക്കുന്നത്, നമ്മളെ പിന്നെ വണ്ടികളൊക്കെ ചുരുമലയിൽ പോയി എടുത്തതിൽ എന്തെങ്കിലും ഈ കണക്കുകളെ കുറിച്ചൊക്കെ ഒരു ഇത് വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് എന്താ അതിന്റെ നിജസ്ഥിതി? കണക്കുകൾ നമ്മുടെ അടുത്ത് കൃത്യമായിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് ഡീസലല്ല അല്ലാതെ ഒരു സാധനം കിട്ടിയിട്ടില്ല. നമ്മൾ എത്ര വണ്ടികൾ ഓടി ഏകദേശം? ഹലോ ഹലോ എത്ര വണ്ടി ഓടി അറിയോ? 90 വണ്ടി. എല്ലാം കൂടെ എത്ര മണിക്കൂർ ഓടിയപ്പോ? ചെറുതും വലുതുമായിട്ട് ആ മണിക്കൂറിന്റെ ഇപ്പൊ ഓരോരുത്തർ കണക്കെടുക്കുന്നുള്ളൂ. അത് ക്യാഷ് തരാമെന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടോ? എന്തോ ക്യാഷിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. നമുക്ക് അവിടുന്ന് ഡീസൽ മാത്രമേ അന്ന് കിട്ടിയിട്ടുള്ളൂ. ഡീസൽ മാത്രമല്ല കിട്ടും. നമ്മൾ അങ്ങനെ ഓഫർ വല്ലതും ചെയ്തിട്ടുണ്ടോ? നമ്മൾക്ക് പൈസ തരാമെന്നോ? ഒന്നുമില്ല. എല്ലാരും പോയി പിന്നെ ഡീസൽ അടിച്ചു, പണിയെടുത്തു. ഡ്രൈവർമാരുടെ പൈസ അവരവർ കൊടുത്തു. അതെ. പിന്നെ കളക്ടറുടെ അടുത്തുള്ള മീറ്റിംഗിൽ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. ഇല്ല, അവര് നന്ദി വാക്ക് പറയാൻ പോലും ഒരു വേദി തന്നിട്ടില്ലാന്നേ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്തല്ലോ, ഒരു നന്ദി വാക്ക് പോലും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പൊ അവരിപ്പോ കണക്ക് കൊടുത്തിരിക്കുന്നത്. JCBകൾക്കൊക്കെ കൂടെ 3 രൂപ അല്ലേ? അതെ. എന്തൊരു കഷ്ടമാണോ അത്. സാധാരണ ഇപ്പൊ ഒരു ഞാൻ എന്നിട്ട് ഈ 100 വണ്ടികളുടെ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടി നോക്കി. നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് ഒരു ഡെയിലി ഒരു 75 ലിറ്റർ ഡീസൽ വെച്ചിട്ട് കണക്ക് കൂട്ടി നോക്കി ഈ 100 വണ്ടികൾക്ക്. എന്നാൽ പോലും ഒരു 2.5 കോടി രൂപയാണ് വരുന്നത്. അവിടെയാണ് 15 കോടി കാണിച്ചിരിക്കുന്നത്. എന്തൊരു അക്രമമല്ല ശരിക്കും പറഞ്ഞാൽ. അന്ന് ഈ ദുരന്തം ഉണ്ടായി അന്ന് രാവിലെ തന്നെ അവിടെ എത്തിയിട്ട് അന്ന് ഉണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു സഹായം എത്തിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. രാവും പകലും ഇല്ലാതെ അവിടെ ചെന്നു. അന്ന് ഞാൻ സിദ്ദിഖ് MLA അടുത്ത് ചോദിച്ചതാ ഈ വണ്ടി അക്കരെ കയറ്റട്ടെ എന്ന്. അപ്പൊ അതിലെ അങ്ങോട്ട് അക്കരെ കയറി കഴിഞ്ഞാൽ വണ്ടികൾ പോകുമല്ലോ. ബേലിപ്പാലം 2 ദിവസം കൊണ്ടല്ലേ ആവുള്ളൂ. ആ കല്ലുരുട്ടി അതിലെ കൂടെ കയറാം എന്ന് ഞാൻ പറഞ്ഞതാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവർ തിരിഞ്ഞു നോക്കില്ല ഭാഗത്തേക്ക്. എന്നിട്ട് പിന്നെ 2 ദിവസം അവർ ഇക്കരെ അക്കരയ്ക്ക് നോക്കിയിരുന്നു എല്ലാവരും കൂടെ. അല്ല, അവിടെ 2 ദിവസമല്ല, 2ാമത്തെ ദിവസം നമ്മള് വലിയ ഭൂമുള്ള വണ്ടി കൊണ്ട് അക്കരയ്ക്ക് കയറ്റിയല്ലോ. അതാ പറഞ്ഞേ, അത് 2-3 ദിവസം കഴിഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ വലിയ ഹിറ്റാച്ചി ഉണ്ടല്ലോ. ആ സ്കൂളിന്റെ മേലെ ഭാഗം നിരന്നൊഴുകുന്ന സ്ഥലത്തുകൂടെ വണ്ടി കയറ്റാമായിരുന്നു. അതേ നേരെ അക്കരെ ആ പിന്നെ ഒരു പ്ലാവൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ബേലിപ്പാലത്തിന്റെ അവിടെ 100. അതെ, അന്നത്തെ സാഹചര്യം വേറെ അല്ലേ സാൻലേട്ടാ? അന്ന് അവിടെ റോഡ് ക്രോസ് ചെയ്തിട്ട് വണ്ടി കയറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ മറ്റേ ഇവര് സമ്മതിക്കണ്ടേ, ഡിപ്പാർട്ട്മെന്റ്? അതാ പറഞ്ഞത്, ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നമ്മൾ MLA അടുത്ത് നമുക്ക് ആദ്യം ചോദിക്കേണ്ട MLA അടുത്താണല്ലോ. അതിലെ അക്കരെ വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ മുമ്പേ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് അവരോട് ചോദിച്ചപ്പോൾ അവരത് മൈൻഡ് ചെയ്തില്ല. നമുക്കത് റിസ്ക് എടുത്ത് അക്കരെ കയറ്റാൻ അറിയാലോ. കട്ടാവുന്നുണ്ട്, ഞാൻ യാത്രയിലുള്ളത്. അതാ കട്ടാവുന്നല്ലേ. അപ്പൊ ഇവരെന്നിട്ട് ഈ 75 ലിറ്റർ ഡീസൽ എന്തായാലും വരില്ല. 75 ലിറ്റർ ഡീസൽ വെച്ച് കൂട്ടിയാൽ പോലും 2.5 കോടി രൂപയല്ലേ വരുള്ളൂ. 240 ഒക്കെ ഉണ്ടല്ലോ. 240 നിൽക്കാതെ ഓടിക്കണമെങ്കിൽ 100 ലിറ്റർ ഡീസൽ വേണ്ടി വരും. അല്ല, ഇത് ആരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ 4 പതിറ്റാണ്ട് എത്രയോ നൂറ്റാണ്ടുകൾ നമ്മൾ ഇതാക്കി. അതിനേക്കാളും വലിയ ചൂഷണം ഈ തെരഞ്ഞെടുത്ത നമ്മുടെ ഇടയിലുള്ള ആളുകൾ നമ്മളെ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അതും ഒരു ഇത്രയും ദുരന്ത മുഖത്താന്ന് ആലോചിക്കണം. കഷ്ടം തന്നെ ഇവന്മാരുടെ കാര്യം. ഇതിനേക്കാളൊക്കെ പേര് നമ്മളെ കുറെ പശുവിനെ പോത്തിനെയൊക്കെ കൊണ്ട് തെരഞ്ഞെടുത്തിട്ട് ടൗണിൽ കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന് കുറച്ച് ചാണകം കിട്ടില്ലല്ലോ. ആയിക്കോട്ടെ ചേട്ടാ. അല്ല, ബലേട്ടാ. ശരി, ഓക്കെ. പിന്നെ വിളിക്കാം.